ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട് കിച്ചൺ റെസിപ്പീസ്. ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ്റെ വിഭവമാണ്. ടൊമാറ്റോ ചിക്കൻ. ഇത് ഗീ റൈസിന് നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിലേക്ക് ഞാൻ 4 പീസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 2 വലിയ തക്കാളി വേണം. ഇത് നന്നായിട്ട് മിക്സിയിൽ പേസ്റ്റാക്കി എടുക്കണം. പിന്നെ ഒരു 15 കശുവണ്ടി കുതിർത്തിയിട്ടുണ്ട്. കൂടുതൽ നേരം കുതിർത്തിയാൽ നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാൻ പറ്റും. ഇത് പേസ്റ്റാക്കി എടുക്കണം. പിന്നെ വേണ്ടത് ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണം. 1 ടീസ്പൂൺ സാധാരണ ചില്ലി പൗഡർ, അതും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ. പിന്നെ ഹോൾ സ്പൈസസ് ആയിട്ടുള്ള മസാലകൾ വേണം. 3 ചെറിയ കഷ്ണം പട്ട, 3 ഏലക്കായ, പിന്നെ ഒരു 4-5 ഗ്രാമ്പു, ഒരു 6-7 കുരുമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകവും കൂടി വേണം. ഇതെല്ലാം കൂടി ആണ് നമുക്ക് എണ്ണയിൽ മൂപ്പിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, പിന്നെ വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഉപ്പ്, പഞ്ചസാര. ഇപ്പോൾ പാൻ ചൂടായപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 3 ഡെസേർട്ട് സ്പൂൺ എണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു ബേ ലീഫ് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ചേർക്കുക. എന്നിട്ട് ഈ മസാലകളെല്ലാം കൂടി ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർക്കുക. നേരിയ തീയിൽ ഇതൊന്ന് കുക്കാകണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തത്. അതൊന്ന് നന്നായിട്ട് മൂക്കണം. ഇതെല്ലാം കൂടി പൊടികളെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർക്കണം കേട്ടോ. ചിക്കനൊന്ന് വേകണമല്ലോ, അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളച്ച് തക്കാളിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ കുക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ പീസസിലേക്ക് ഈ ഗ്രേവിയൊക്കെ ഒന്ന് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് കോരി ഒഴിക്കണം. എല്ലാ ഭാഗത്തും ഇങ്ങനെ തന്നെ കിടക്കാതെ ചിക്കൻ്റെ മുകളിലേക്കൊക്കെ ഈ ഗ്രേവി ഒന്ന് പുരളുന്ന തരത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്താലേ ഈ ചിക്കൻ കുക്കാകുള്ളൂ. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് ഒന്ന് ചിക്കൻ പീസസൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം. അതിന് ശേഷം വീണ്ടും കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് വേവിക്കണം, കുക്ക് ചെയ്യണം. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കാകും. പക്ഷേ 10 മിനിറ്റ് നിങ്ങൾ ഇളക്കാതിരിക്കരുത് കേട്ടോ. 10 മിനിറ്റിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അത് തുറന്ന് ഒന്ന് അനക്കിയൊക്കെ കൊടുക്കണം. ഈ പീസസൊക്കെ ഒന്ന് മറിച്ചിട്ടും കൊടുക്കണം. ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ കിടന്നാൽ 10 മിനിറ്റ് കിടന്നാൽ അടിയൊക്കെ കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്രേവിയൊക്കെ ഈ കഷ്ണത്തിലോട്ടൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാം. നല്ല തിക്ക് ഗ്രേവിയാണ്, നല്ല ക്രീമി ആയിട്ടാണ് ഗ്രേവി ഇരിക്കുന്നത് കേട്ടോ. എണ്ണയും നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ ചിക്കൻ പീസസൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഗ്രേവിയൊക്കെ ഇതിൻ്റെ പുറത്തേക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേ ആ ഉപ്പും ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് അതുമേൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നേരിയ തീയിൽ വേണം കേട്ടോ ഈ സമയത്ത് കുക്ക് ചെയ്യാനായിട്ട്. വളരെ ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഈ പേസ്റ്റൊക്കെ നന്നായിട്ട് കാഷ്യൂ പേസ്റ്റൊക്കെ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം കവർ ചെയ്ത് നമുക്കൊരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇതിലേക്ക് ഞാൻ സവാള, പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതുപോലെ ഇലകൾ, വേപ്പില, കൊറിയാൻഡർ ലീവ്സ് ഇതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ സവാള ചേർത്തില്ലല്ലോ എന്നോർത്ത് വിഷമമുള്ളവർക്ക് വേണമെങ്കിൽ ഈ സമയത്ത്, ഇപ്പോൾ ഞാൻ തുറന്നില്ലേ, ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് സവാള ഫ്രൈ ചെയ്ത് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത് കേട്ടോ. ഇതിപ്പോൾ ലാസ്റ്റ് പ്രോസസ്സാണ് നമുക്ക് തീരാൻ പോണത്.
നമ്മുടെ പ്രോസസ്സ് കഴിയാറായി. പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഗീ റൈസിന് വളരെ ബെസ്റ്റാണ് കേട്ടോ. ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സവാള നീളത്തിലരിഞ്ഞിട്ട് നന്നായിട്ട് ബ്രൗൺ നിറമാവുന്നത് ഇതുവരെ ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അതും നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലുള്ളൊരു റെസിപ്പിയിൽ അവസാനം കുറച്ച് സവാള വറുത്ത് ചേർത്താൽ വേറൊരു നല്ലൊരു ടേസ്റ്റായിട്ടുള്ള ഫീലാണ്. ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ സവാള ചേർത്തില്ലല്ലോ ഒന്ന് ഓർത്ത് വിഷമിക്കുന്നവർക്ക് ലാസ്റ്റ് ആകുമ്പോഴേക്കും കുറച്ച് സവാള ഫ്രൈ ചെയ്ത് ചേർക്കാവുന്നതാണ്. തക്കാളിയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് കേട്ടോ പഞ്ചസാര ചേർക്കുന്നത്. പിന്നെ ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഈദ് പെരുന്നാളിന് നെയ്ച്ചോറിൻ്റെ ഒപ്പം ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു.